രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗ് പ്രതിനിധി ആരായിരിക്കുമെന്നത് സംബന്ധിച്ച് പാർട്ടിയിൽ ചർച്ച മുറുകുകയാണ്. ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.എൽ.എ. സ്ഥാനം രാജിവെച്ച് രാജ്യസഭയിലേക്ക് പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചതോടെയാണ് വയനാട് ലോക്സഭാ സീറ്റിന് പകരം ലഭിച്ച രാജ്യസഭാ സീറ്റിൽ ആരാകും സ്ഥാനാർത്ഥി എന്ന ചർച്ച നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിൽ സജീവമായത്. യുവാക്കൾക്ക് പ്രാതിനിധ്യമുണ്ടാകണമെന്ന കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ച പാർട്ടി അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ ലോക്സഭയിലേക്ക് തന്നെ അവരെ പരിഗണിക്കുന്നത് സംബന്ധിച്ച ചർച്ച നടത്തിയിരുന്നതായി വ്യക്തമാക്കിയതു മുതൽ യൂത്ത് ലീഗ് പ്രതീക്ഷയിലാണ്. PMA സലാമിനും യുവനേതാക്കളായ P.K. ഫിറോസിനും ഫൈസൽ ബാബുവിനും പുറമെ CP ബാവ ഹാജി, അൻവർ അമീൻ ചേലാട്ടിൽ, ഹാരിസ് ബീരാൻ തുടങ്ങിയ പേരുകളാണ് ലീഗിന് മുന്നിലുള്ളത്. സുപ്രീം കോടതി അഭിഭാഷകൻ ഹാരിസ് ബീരാനെ മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഹാരിസ് ബീരാന്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം P.K. കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും അടക്കമുള്ള നേതാക്കൾക്ക് തീരുമാനത്തിൽ വിയോജിപ്പ് ഉള്ളതായാണ് വിവരം. ഡൽഹിയിലെ KMCC നേതാവ് കൂടിയാണ് ഹാരിസ് ബീരാൻ. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഗൾഫ് സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം. അതേസമയം ഹാരിസ് ബീരാനെ പരിഗണിക്കുന്നതിൽ യൂത്ത് ലീഗ് നേതൃത്വത്തിലും പ്രതിഷേധമുണ്ട്. ഇത്തവണ രാജ്യസഭയിലേക്ക് പുതുമുഖങ്ങളെ അയക്കുമെന്നായിരുന്നു സാദിഖ് അലി തങ്ങൾ പറഞ്ഞിരുന്നത്. ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, സംസ്ഥാന സെക്രട്ടറി P.K. ഫിറോസ് എന്നിവരുടെ പേരാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ യൂത്ത് ലീഗിന് സീറ്റ് ലഭിച്ചേക്കില്ല എന്നാണ് വിവരം. ഹാരിസ് ബീരാന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് PMA സലാമാണ്. കുഞ്ഞാലിക്കുട്ടിക്കും സലാം രാജ്യസഭയിൽ എത്തുന്നതിലാണ് താല്പര്യം. കുഞ്ഞാലിക്കുട്ടിയുടെ പേര് ആദ്യം ഉയർന്നു കേട്ടിരുന്നെങ്കിലും അദ്ദേഹം താല്പര്യമില്ല എന്ന് പിന്നീട് അറിയിച്ചിരുന്നു. ഏതായാലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് 2 ദിവസത്തിനകം തീരുമാനമുണ്ടായേക്കും. PMA സലാമിനെ രാജ്യസഭയിലേക്ക് അയച്ചാൽ EK വിഭാഗവുമായുള്ള തർക്കത്തിന് പരിഹാരം കണ്ടെത്താമെന്ന ഫോർമുലയാണ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിനുള്ളത്. സലാമിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നതാണ് EK വിഭാഗത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന്. രാജ്യസഭയിലേക്ക് അയച്ചാൽ ഇതിന് രമ്യമായ പരിഹാരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. രാജ്യസഭാ സീറ്റ് യൂത്ത് ലീഗിന് അനുവദിക്കണമെന്ന് P.K. ഫിറോസ് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റിപ്പുറത്ത് നിന്നുള്ള നേതാവ് CP ബാവ ഹാജിയുടെ പേരും പട്ടികയിലുണ്ട്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ബാവ ഹാജി. നേരത്തെ 3 ലോക്സഭാ സീറ്റ് ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് അനുവദിക്കാനാകില്ല എന്നും അടുത്ത ഒഴിവിൽ രാജ്യസഭയിലേക്ക് പരിഗണിക്കാമെന്നുമായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ച വാഗ്ദാനം. ഈ സാഹചര്യത്തിലാണ് ലീഗിന് രാജ്യസഭയിലേക്ക് അവസരം ലഭിച്ചത്. കേരളത്തിലെ 2 ലോക്സഭാ സീറ്റിലും മികച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ ലീഗിന് കഴിഞ്ഞിരുന്നു. തമിഴ്നാട്ടിലെ ഒരു സീറ്റിലും മുസ്ലിം ലീഗ് വിജയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റൊരാളെ പരിഗണിക്കുന്നത് പാർട്ടിക്ക് കീറാമുട്ടിയാകും. അതേസമയം യൂത്ത് ലീഗ് ആവശ്യം തള്ളാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. ലോക്സഭയിലേക്ക് അവർ ആവശ്യമുന്നയിച്ചതാണെന്നും അക്കാര്യം പരിഗണനയിൽ ഉണ്ടെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കിയതിനാൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. VK ഫൈസൽ ബാബുവിന്റെ പേര് യൂത്ത് ലീഗ് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഇതിനിടയിലാണ് ഹാരിസ് ബീരാന്റെ പേര് കടന്നു വന്നത് എന്നതിനാൽ സാദിഖ് അലി തങ്ങളുടെ തീരുമാനം ഉറ്റുനോക്കുകയാണ് പ്രവർത്തകർ. സംഘടനാ നേതൃത്വത്തിൽ ഉള്ളവരെ തന്നെ പരിഗണിക്കണമെന്ന അഭിപ്രായം മുതിർന്ന നേതാക്കൾക്കുണ്ട്. 2004 PV അബ്ദുൾ വഹാബിന് രാജ്യസഭാ സീറ്റ് നൽകിയത് അന്ന് വിവാദമായിരുന്നു. ഇത്തരത്തിൽ വിവാദമുണ്ടാകാതിരിക്കാനാണ് സംഘടനാ വൃത്തത്തിലുള്ളവർക്ക് തന്നെ രാജ്യസഭാ സീറ്റ് നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുന്നവർ താല്പര്യപ്പെടുന്നത്. രാജ്യസഭയിലേക്ക് പുതുമുഖമായിരിക്കുമെന്ന് സാദിഖ് അലി തങ്ങൾ സൂചന നൽകിയ സാഹചര്യത്തിൽ അദ്ദേഹം മനസ്സ് തുറക്കുന്നതിലൂടെ മാത്രമേ സസ്പെൻസിന് അവസാനമാകൂ. രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗ് പ്രതിനിധി ആരായിരിക്കുമെന്ന് സംബന്ധിച്ച് പാർട്ടിയിൽ ചർച്ച മുറുകുകയാണ്. രാജ്യസഭയിലേക്ക് പുതുമുഖമായിരിക്കുമെന്ന് സാദിഖ് അലി തങ്ങൾ സൂചന നൽകിയ സാഹചര്യത്തിൽ അദ്ദേഹം മനസ്സ് തുറക്കുന്നതിലൂടെ മാത്രമേ സസ്പെൻസിന് അവസാനമാകൂ.